ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് 5 മീൻ കിട്ടിയിട്ടുണ്ട്, 5 ആവോലി മീൻ കിട്ടിയിട്ടുണ്ട്. കണ്ണൂരിൽ ആവോലി എന്നാണ് പറയുക. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് റോസ്റ്റ് ആക്കാമെന്ന് നോക്കാം. ആണ് നമ്മുടെ മീൻ. ഒരു ഐക്കൂറിൻ്റെ കുട്ടിയും 5 ആവലിയും ഉണ്ട്. ഐക്കൂറിൻ്റെ ആ കുഞ്ഞി എടുത്തിട്ട് ഞാൻ എന്താ ചെയ്തു, തേങ്ങ അരച്ച് കറി വെച്ചു. അപ്പോൾ നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി നന്നായി മീൻ ക്ലീൻ ചെയ്ത് വെക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, അത്യാവശ്യം കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു 5-6 അല്ലി ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ചു വിട്ട് നമുക്ക് ഇതിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ ഫ്രൈ ചെയ്താൽ. അപ്പോൾ നമ്മുടെ എല്ലാ മീനുകളും ഇങ്ങനെ ഫ്രൈ ആയി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ ഒരു ഉരുളി വെക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 7 ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ടത് വഴറ്റി കൊടുക്കാം, നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല മൂത്ത മണം വരണം. നല്ല മണം വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ നല്ല ജീരകം ചേർക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ. പിന്നെ വലിയ ജീരകവും ചേർക്കുന്നുണ്ട്, പെരുംജീരകം 1/2 ടീസ്പൂണാണ് കേട്ടോ. നന്നായി ഈ മസാലകൾ വഴറ്റി വരുമ്പോൾ നമുക്ക് മീനിൽ പുരട്ടി കൊടുത്ത ബാക്കി പേസ്റ്റ് ഉണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതില്ല എങ്കിൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ പൗഡറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരാനിട്ട് 2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളി, നല്ല കട്ടിയുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, മീൻ ഫ്രൈ ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ നല്ല കരിഞ്ഞ് അങ്ങനെ എന്താ പറയുക, ഡീപ്പ് ഫ്രൈ ആക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൽ വരുന്ന ആ വെള്ളവും ഓയിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല മണവും നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ മീനിൻ്റെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്ത മീനുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഈ മസാലയിലൊന്ന് പൊതിഞ്ഞ് കൊടുക്കുക. നന്നായിട്ട് എല്ലാത്തിലും നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണേ. കണ്ടല്ലോ. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ഇതിനെ അടച്ചു വെച്ച് കൊടുക്കണം. നമുക്ക് ഒരു ഇലയിൽ ചോറ് വിളമ്പി ആ കറിയും ഒഴിച്ച് 2 കഷ്ണം മീനും ഇട്ട് നമ്മുടെ രാജാവായ ഈ മീൻ മസാലയും വെച്ച് കഴിക്കുമ്പോൾ ഉള്ള രസം ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.